വളരെ ചെറിയ പ്രായത്തിൽ തന്നെ വീണ വായനയിൽ തൻ്റെതായ വ്യക്തിമുദ്ര പതിപ്പിച്ച കണ്ണൂർ തെരൂരിലെ അരുന്ധതിയെയാണ് നമ്മളിന്ന് പരിചയപ്പെടാൻ പോകുന്നത്. നമസ്കാരം. നമസ്കാരം. അരുന്ധതി, എത്ര വർഷമായി ഈ ഒരു വീണ വായനയിൽ ശ്രദ്ധ ചെലുത്താൻ തുടങ്ങിയിട്ട്? ഞാൻ 2.5 കൊല്ലമായി. ആരാണ് ഗുരു? ശ്രീജു സാർ, കോഴിക്കോട് നിന്നാണ് വരുന്നത്. ഇവിടെ നാദബ്രഹ്മ കലാക്ഷേത്രത്തിൽ പഠിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു വീണയിൽ അരുന്ധതിക്ക് കുറച്ചുകൂടി കഴിവ് തെളിയിക്കാൻ കഴിയും എന്ന് തോന്നലുണ്ടാവുമല്ലോ. അത് ഉണ്ടാക്കി തന്നതായിരുന്നു, കണ്ടുപിടിച്ചിരുന്നത്? അമ്മയാണ്. അമ്മക്ക് ഇതിന് താല്പര്യമുണ്ടോ? അമ്മ മ്യൂസിക് ടീച്ചറാണ്. അപ്പോൾ സബ്ബായിട്ട് വീണയായിരുന്നു എടുത്തത്. അങ്ങനെയാണ് അമ്മ മകളെയും കൂടെ ഈ ഒരു വഴിയിലേക്ക് കൊണ്ടുവന്നത്. ഇഷ്ടമാണോ അല്ലേ? അമ്മയുടെ നിർബന്ധത്തിന് പഠിക്കുന്നതാണ്? ആദ്യം നിർബന്ധത്തിന് പഠിച്ചായിരുന്നു, പിന്നെ ഇഷ്ടമായി. സംസ്ഥാനത്തൊക്കെ എ ഗ്രേഡൊക്കെ വാങ്ങിക്കാൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ട്. ആ ഒരു വിജയഗാഥ എങ്ങനെയാണോ എന്ന് പറയാൻ പറ്റുമോ? അത് ആദ്യം അമ്മ ഒരു കീർത്തനം പഠിക്കാന്ന് പറഞ്ഞ് മാഷോട് പറഞ്ഞ് അത് പഠിപ്പിച്ച്. ആദ്യമൊന്നും അധികം ആവുമെന്ന് വിചാരിച്ചില്ല. പക്ഷേ കുറച്ചങ്ങോട്ടേക്ക് എത്തിയപ്പോൾ അമ്മയും കുറേ സപ്പോർട്ട് ചെയ്തു, അച്ഛനും വീട്ടുകാരും എല്ലാവരും, പിന്നെ സ്കൂളിൽ നിന്നും എല്ലാവരും സപ്പോർട്ട് ചെയ്തു, മാഷും അതേപോലെ തന്നെ. അപ്പോൾ എല്ലാവരെയും സപ്പോർട്ടുള്ളപ്പോൾ അങ്ങനെ എത്തി. നിരവധി വേദികളിൽ അവതരിപ്പിച്ചിട്ടുണ്ടോ? ഇത് എത്രാമത്തെ വേദിയിലാണ് അവസാനമായിട്ട് അവതരിപ്പിച്ചത്? അവസാനമായിട്ട് സ്കൂളിലെ വാർഷികത്തിന്. സ്കൂളിലെ വാർഷികാഘോഷത്തിനാണല്ലേ? സ്കൂളിൻ്റെ ഒരു സപ്പോർട്ടൊക്കെ എങ്ങനെയാണ്? സ്കൂളിൽ നിന്ന് എല്ലാ ടീച്ചേഴ്സും വളരെ നല്ല സപ്പോർട്ടാണ്. അതുപോലെ തന്നെ ഈ പഠിക്കുന്ന എത്രയില്ല, ഏത് ക്ലാസ്സിലാണ് പഠിക്കുന്നത്? ഞാൻ ഇനി 10th. ഇനി 10th. അപ്പോൾ ഒരുപാട് പഠിക്കാനൊക്കെ കാണുമല്ലോ. ഉണ്ട്. അതിൻ്റെ ഇടയിൽ ഈ വീണ രണ്ടും കൂടെ നമുക്ക് ശ്രദ്ധിച്ച് കൊണ്ടുപോകാൻ പറ്റുമോ? അത് കുഴപ്പമില്ല, പറ്റും. പിന്നെ അരുന്ധതി പാട്ട് പാടുമോ? അയ്യോ, ചെറിയൊരു 2 വരി പാടിയാൽ മതി. അഷ്ടസിദ്ധി നവനിധി കേ ദാതാ അസവര ദീന ജാനകി മാതാ രാമ രസായന തുമരെ പാസ സദാ രഘുപതി കേ ദാസ. കൊള്ളാം, നന്നായിട്ടുണ്ട്. അപ്പോൾ വീണയുടെ ഈ വീണ വായിക്കുമ്പോഴേക്കും നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കാനൊക്കെ ഉണ്ടാവില്ലേ? അതൊക്കെ അതിനെ പറ്റിയിട്ടൊക്കെ ഒന്ന് പറഞ്ഞുതരൂ. വീണ വായിക്കുമ്പോൾ കൈ ഈ നെയിലിൻ്റെ ടിപ്പ് വെച്ചിട്ട് വേണം വായിക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ കൈ ഓടില്ല. അതേപോലെ എപ്പോഴും ചമ്മണം പറഞ്ഞിട്ട് വേണം വായിക്കാൻ. അങ്ങനെ എണ്ണയിട്ട് വായിച്ചില്ലേ കൈ നന്നായിട്ട് മുറിയും. അങ്ങനെയൊക്കെ കുറച്ച്. അതാണ് ഫസ്റ്റ് വായിക്കുന്നതിന് മുന്നേ എണ്ണ ഇടുന്നത്? അതെ. പിന്നെ അതുപോലെ തന്നെ ഈ നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള ഒരുപാട് കാര്യങ്ങളുണ്ടാകൂലേ? ഇപ്പം ഒരു താളവട്ടത്തിൽ ഇപ്പം ആദ്യ താളാണെങ്കിൽ ഇതാണ് ആദ്യ താളം. അപ്പോൾ അതിൽ അടി ഉള്ള ടൈം നമ്മൾ താളാസ്ട്രിങ് ഇടണം. അത് ഒന്നാമത്തെ. അത് ഇപ്പോൾ ഒരു കീർത്തനം വായിക്കുമ്പോൾ താളത്തിനനുസരിച്ചിട്ട് അത് വായിക്കണം. അത് താളം കീപ്പ് ചെയ്തിട്ട് അത് വായിക്കാനുണ്ട്. അതാണ് വീണയിൽ ഏറ്റവും മെയിനായിട്ടുള്ള കാര്യം. മോൻ്റെ പേരെന്താ? മോൻ്റെ പേരെന്താ? ഇവരെങ്ങനെയാണ്? സപ്പോർട്ടുണ്ടോ? സപ്പോർട്ട് ചെയ്യും നന്നായിട്ട്. രണ്ടുപേരും പഠിക്കുന്നുണ്ടോ? ഇവള് പ്രൊഫഷണലായിട്ട് പഠിക്കുന്നുണ്ട് എൻ്റെ കൂടെ തന്നെ. പക്ഷേ അത്രേ ആയിട്ടുള്ളൂ തുടങ്ങിയിട്ട്. ഇവൻ പ്രൊഫഷണലായിട്ട് പഠിക്കുന്നില്ലെങ്കിലും സ്വരസ്ഥാനങ്ങളെല്ലാം വായിക്കാൻ അറിയാം. എല്ലാവർക്കും ആ ഒരു ടച്ച് എല്ലാവർക്കും ഉണ്ട് അല്ലേ? അമ്മയ്ക്കും അച്ഛനുണ്ടോ? ഇല്ല, അച്ഛനില്ല. അമ്മയ്ക്കും 3 മക്കൾക്കും. അപ്പോൾ വീണ ഈ കലാകാരന്മാരിൽ ഏറ്റവും കൂടുതൽ ആരെയാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടം? ചിട്ടി ബാബു. അവരുടെയൊക്കെ കേൾക്കാറുണ്ട്. പക്ഷെ അയാൾ മരിച്ചു പോയതുകൊണ്ട് യൂട്യൂബിൽ കേൾക്കും. ഇപ്പം ജീവിച്ചിരിക്കുന്നവരിൽ അനന്തപത്മനാഭൻ സാറിൻ്റെത് കേൾക്കാറുണ്ട്. അരുന്ധതി, പരിചയപ്പെട്ടതിൽ ഒരുപാട് സന്തോഷം. ഇനിയും ഒരുപാട് ഉയരങ്ങളിൽ എത്താൻ കഴിയട്ടെ എന്ന് ആശംസിക്കുകയാണ്. അപ്പോൾ തെരൂരിലെ അരുന്ധതിയുടെ വീട്ടിൽ നിന്നും ക്യാമറാമാൻ അജേഷ് അരിയേരിയോടൊപ്പം അനുഷ നമ്പ്യാർ, പ്രൈം 21.